അത്യന്തം ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം ആയിരക്കണക്കിന് തൊഴിലാളികളെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒറ്റ സുപ്രഭാതത്തിലങ്ങ് പിരിച്ചുവിടുകയാണ്. അപ്പോൾ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്? മാത്രമല്ല, ഇവിടെ ജോലിയെടുത്തുകൊണ്ടിരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളെല്ലാം മറ്റ് പല സ്ഥലത്തേക്കും ട്രാൻസ്ഫർ ചെയ്ത് അയച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ കൂടുതലും പിരിച്ചുവിട്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എൻ്റെ പൂർണ്ണമായും കണക്കാനെടുത്തില്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ നിലയിൽ അനുവദിച്ചു കൊടുത്താൽ നാളെ നമ്മുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനും സുരക്ഷിതമായി തൊഴിലെടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ചെറുപ്പക്കാരുടെ തൊഴിൽ സുരക്ഷ ഏറ്റവും ഗൗരവമായ ഒരു പ്രശ്നമായി നമ്മുടെ നാട്ടിൽ വരികയാണ്. അപ്പോൾ കരാർ അടിമകളായിട്ട് തൊഴിലാളികളെ, ജീവനക്കാരെ കാണുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമീപനത്തിന് കൂടി ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണം, കേന്ദ്ര ഗവൺമെൻറ് ഇടപെടൽ ഉണ്ടാവണം. നമ്മുടെ തൊഴിലാളികളെ, നമ്മുടെ ജീവനക്കാരെ കേവലം കരാർ അടിമകളായി മാത്രം കണ്ട് അവരെ കൊണ്ട് അടിമപ്പണിയെടുപ്പിച്ച് ഇനി ഇന്ന് മുതൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതും അനുസരിച്ച് കൊള്ളണം എന്ന ധിക്കാരത്തിൻ്റെ നിലയിൽ ഒരു കമ്പനി പ്രവർത്തിച്ചാൽ ആ കമ്പനി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇവിടെയുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ തയ്യാറാവും. അതുകൊണ്ട് DYFI ഇവിടെ പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികളുടെ കൂടെയാണ്, ഈ ജീവനക്കാരുടെ കൂടെയാണ്. അവരോട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിനകത്ത് വേണം. ഇതിപ്പോൾ 2 ദിവസം ആവാൻ വേണ്ടി പോവുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ശ്രദ്ധേയമായ ഇടപെടൽ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇത് ഈ നിലയിൽ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പം ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയ്ക്കാവശ്യമായ ശക്തമായ ഇടപെടൽ നടത്തണം. ലേബർ കോഡിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നതെങ്കിൽ ലേബർ കോഡിൻ്റെ ചട്ടങ്ങളൊന്നും ഇവിടെ നടപ്പാക്കിയിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇത് ശുദ്ധ തോന്നിയാസമാണ്. ഇതൊന്നും ഈ കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ കൂടെ DYFIയും ഏതറ്റം വരെയും ഇവരെ ജോലിയിൽ തിരികെ എടുക്കാനാവശ്യമായിട്ടുള്ള സമരത്തിൽ DYFI ഉണ്ടാവും. നിങ്ങൾ നോക്ക്, ഇവിടെ ചർച്ചയൊക്കെ വിളിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ചർച്ച എന്ന് വെച്ചാൽ ഇവരെ തെരുവിൽ ഇറക്കി വിട്ടാണ് ചർച്ച. ഇവരെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വരെയില്ല. അത് മര്യാദയില്ലല്ലോ. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് നിങ്ങൾക്കുള്ള ജോലി നഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് നോട്ടീസ് തരണം, മുൻകൂട്ടി അറിയിക്കണം, നിങ്ങളുമായി ചർച്ച നടത്തണം. ഇതൊന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ കമ്പനി പൂട്ടിയിട്ട് ഈ പാവപ്പെട്ട തൊഴിലാളികളെല്ലാം പുറത്ത് റോഡിൽ ഇറക്കി നിർത്തിയിട്ട് ചർച്ച എന്നത് പ്രഹസനമല്ലേ? അതുകൊണ്ട് ആദ്യം വേണ്ടത് ഈ കമ്പനി തുറന്ന് ഈ തെരുവിൽ ഇറക്കി നിർത്തിയിട്ടുള്ള ഈ മുഴുവൻ ജീവനക്കാരെയും തിരികെ അങ്ങോട്ട് പ്രവേശിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പണിമുടക്കുണ്ടായിരുന്നു. ആ പണിമുടക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നയിച്ച ഒരു കാര്യം ഈ ലേബർ കോഡുകൾ നടപ്പിലാക്കിയാൽ ഉണ്ടാവുന്ന അപകടം സംബന്ധിച്ചാണ്. അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ലേബർ കോഡുകൾ നടപ്പിലാക്കിയാൽ ഈ തൊഴിലാളികളെ ഏതെല്ലാം രൂപത്തിൽ ബാധിക്കും എന്നതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ ലേബർ കോഡുകൾ ഈ നിലയിൽ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നാൽ ഒരാൾക്കും തൊഴിൽ സുരക്ഷ ഉണ്ടാവില്ല. തൊഴിലാളി എന്ന പദം തന്നെ മാറ്റിയിട്ട് കരാർ അടിമകളാക്കി വെക്കുകയാണ്. അടിമപ്പണിയാണ് ഇവിടെ എടുപ്പിക്കുന്നത്. വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് ടു ഡിസ്കണക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ത്യയുടെ പാർലമെൻറ്റ് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ നിലയിലും ഈ പുതിയ തൊഴിലാളികളോട് കാണിച്ചൊരു സമീപനം 10, 12, 14 മണിക്കൂർ ജോലി എടുപ്പിക്കുകയാണ്. അങ്ങനെ ജോലി എടുപ്പിച്ചിട്ടും പോരാത്തതിനാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പിരിച്ചുവിടൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഇവരെ പരിഗണിക്കുന്നതിന് പകരം ഈ നിലയിൽ കരാർ അടിമകളാക്കി മാറ്റാനാവശ്യമായ കോർപ്പറേറ്റ് സേവയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം സമീപനം സ്വീകരിച്ച് ഒരു സംസ്ഥാനത്ത് ഈ നിലയിൽ ഇടപെടുമ്പോൾ അതിനകത്ത് ശക്തമായി ഇടപെടേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് എന്നുകൂടി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്.